ഹായ് ഓൾ, ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് ചേർത്തത്. ഇത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീട്രൂട്ടും ഒരു ചെറിയ ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വേവിച്ചെടുത്തതാണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ്. ഇത് ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഇനി കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യാൻ ഇതുപോലെ ഒരു ബാറ്റർ ഉണ്ടാക്കിയതാണ്. 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതിലാണ് കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള മിക്സ് ചെയ്ത് അതിൽ ഡിപ്പ് ചെയ്താൽ മതിയാവും. ഇനി ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത്. ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് അതിൽ വെച്ച് ഷേപ്പ് ആക്കുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ എല്ലാ കട്ട്ലേറ്റും ഒരേ സൈസിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലേക്ക് ഇത് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. മൈദ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കാം. നന്നായി ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാതും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യണം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.